വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പറയുക, അൽഹംദുലില്ലാ ആൻഡ് മാഷാ അല്ലാ നമ്മുടെ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ തോന്നുന്നു നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആദ്യത്തെ വ്ളോഗായിരിക്കും. ഇന്നിപ്പോൾ അങ്ങനെ വ്ളോഗെന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ ബ്ലോക്ക് പോയി കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ടെസ്റ്റിനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. ഞാനൊരു അൽക്കാവുൽക്ക ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ദിൽബിന്ദിയ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാട്ടോ. അപ്പോൾ കമൺ. സോ ഗൈസ്, ഞാൻ ഇറങ്ങിട്ടോ. ഞാൻ ഒറ്റക്കുള്ള ആരുമില്ല. എനിക്ക് പനിയായിട്ടുണ്ട്, കൂടെ വരാൻ ആരുമില്ല ഗൈസ്. ഇന്നലെ ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. കുറവില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന് ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നേരെ ലാബിൽ പോയി ടിക്കറ്റ് എടുത്തു, ടെസ്റ്റിന് കൊടുത്തു കേട്ടോ. ബ്ലഡ് കുത്തി വെക്കാണ് ഇപ്പോൾ. അല്ല, ബ്ലഡ് എടുക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വലിച്ചിങ്ങനെ ഊരി എടുക്കുകയാണ്. എനിക്ക് ആദ്യമൊക്കെ സൂചി നല്ല പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുത്തി 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 ചേലായിട്ട് എനിക്ക് അധികം പേടിയില്ല. കാരണം ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും എനിക്ക് ഗ്ലൂക്കോസ് കയറ്റാനും ഡ്രിപ്പ് ഇടാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്കത് ശീലമായി പോയിട്ടോ. അതൊക്കെ ഞാൻ സൂചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഏരിയക്ക് പോലെയായിരുന്നു. ഇപ്പം എനിക്ക് നല്ല എന്താ പറയുക, നല്ല മാറ്റമുണ്ട്. എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വല്ല പേടിയൊന്നും ഇല്ലാണ്ട് കൂടുതൽ നമ്മൾ ടെസ്റ്റിന് കൊടുത്തിക്കാണ് കേട്ടോ. നമ്മളെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ആട്ടം പോകട്ടോ. ചാവാനായില്ലേ, നമുക്ക് ഈ റിസൾട്ടിലൂടെ അറിയാൻ പറ്റും. അങ്ങനെ ഇതാ ഡോക്ടറൊക്കെ കാട്ടി. കുഴപ്പമൊന്നുമില്ല, എനിക്ക് മൂത്രത്തിൽ പഴുപ്പാണ് കേട്ടോ. ചെറുങ്ങനെ തുടക്കമാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശപ്പ്. നേരെ പോയത് ഷവായാബക്കാണ് കേട്ടോ. പിന്നെ ഒന്നും അങ്ങോട്ട് നോക്കിയില്ല, പള്ള നിറച്ചങ്ങോട്ട് തിന്നു. ഇവർ ഷവായും മന്തിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഷവായാബത്തെ പെരിപെരി മന്തിയും പെരിപെരി ഷവായും മന്തിയും എൻ്റെ പൊന്നെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ഇത് ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ട്, അത് ചോദിച്ചാൽ അവർ എക്സ്ട്രാ തരുവേ. അതും കൂട്ടിയിട്ട് ഇത് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, എൻ്റെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലപ്പുറം ബേസ്ഡ് ആയിട്ട് ആരെങ്കിലും ഷവായാബ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടും കേട്ടോ. ഞാനിങ്ങനെ മദ്യം മറന്നിരുന്ന് ആസ്വദിച്ച് തിന്നാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അച്ചുവിനെ വിളിക്കാനും. 3 മണി ആയതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എക്സാം ആണല്ലോ, അപ്പം അച്ചുവിന് പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുണ്ടറമ്പിൽ തന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചു കൊടുത്തു എനിക്ക്. ഒരു ഗ്ലാസ്, ഒറ്റ ഗ്ലാസ് പൈസ ഇല്ല. ഇവിടുത്തെ പായസം എന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് മധുരം കുത്തുക. അതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദന എടുത്ത് ഓവർ മധുരം ഇട്ടാ. നല്ല ചൂടും ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ഇന്നത്തെ പായസം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. 90 രൂപയായി. 90 രൂപക്കുള്ളതൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി. സാധാരണ എനിക്ക് അങ്ങനെ തോന്നില്ല. പിന്നെ നേരെ വെച്ച് പിടിച്ച വീട്ടിലേക്കാണ്. നേരം കൊണ്ട് നമുക്കൊരു പഴം കഴിക്കാം. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഞാൻ വന്നിട്ട് നേരെ അങ്ങോട്ട് കിടന്നുറങ്ങി ഗൈസ്. എനിക്ക് ഭയങ്കര ക്ഷീണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാൽ എന്നോട് മൂത്രപ്പഴുപ്പിൻ്റെ തുടക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ മൂക്കുമ്പോൾ മുറി ഉണ്ടായിന് ഓയിൽമെൻറ്റ് വറ്റിക്കാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ സ്കിന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സോ അതിൻ്റെ മാറ്റം കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാൽ മരുന്ന് കുടിക്കാൻ പറഞ്ഞിരിക്കണ്. 3 ദിവസം കഴിഞ്ഞിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. മൂത്രപ്പഴുപ്പിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറും എന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കാനായിട്ടോ പറഞ്ഞത്. ഞാനാണെങ്കിൽ വെള്ളം കുടിക്കലില്ല. ഇവിടെ വന്നപ്പോൾ അനിയനക്ക് വയ്യാതായി. അച്ചുവിനെ ഇവിടെ കൊടുന്നപ്പോൾ അച്ചുവിന് കഫക്കെട്ടി ആകെ വയ്യാതായി. എന്നിട്ട് ഇപ്പം അച്ചുവിനെ തിരുമ്പോയിക്ക് വയ്ക്കണം വെച്ച് ആവി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചിലപ്പോൾ പോകണം എന്നുണ്ട്, പക്ഷെ ഭയങ്കര മടിയാവാം. നല്ല വിശപ്പുണ്ട്. ഈടയിട്ട് കഴിഞ്ഞാൽ എന്ത് തിന്നാലും എനിക്ക് വിശപ്പ്. എന്തടേ ഒരു കാക്ക ഗൈസ്. 2 ഇണക്കുരുവികൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാട്ടുന്നു. ഷോ
ഓക്കെ, അപ്പം എന്താ ഈ ഡേറ്റിക്ക് ഭയങ്കര വിശപ്പ്, എന്ത് തിന്നാലും പള്ള നിറയില്ല. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് അവിടുന്ന് പള്ളറച്ച് മന്തി ഇതും അടിച്ച് കയറ്റി വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ നല്ല വിശപ്പ്. അപ്പം നമുക്കൊരു പഴം കഴിക്കാം, പഴം അങ്ങോട്ട് കഴിക്കാം. അപ്പം ഇനി ഇമ്മച്ചിക്ക് ചായ വെക്കണം. അയ്യോ പൊളിച്ച നല്ല പൊള്ളുണ്ട് കേട്ടോ. ചായ വെക്കണം. ഈ നേരം നമ്മളെ മിമ്മിൻ്റെ പെണ്ണുങ്ങൾ ഇട്ടാ, മിമ്മിക്ക് 2 പെണ്ണുങ്ങളാണ് ഉള്ളത്. ഡേ തൊലിച്ചിയേ, ഇത് വെള്ള, പിന്നെ ഒരു കറുത്തതും ഉണ്ട്. ഇവിടെ ആരോ 2-3 ആൾക്കാരെ എന്താ പറഞ്ഞു, മുന്നത്തെ പല്ലുകൊണ്ട് കടിക്കാൻ പറ്റില്ലായിരുന്നു. മുന്നത്തെ പല്ലാണ് ഞാൻ കടിച്ചാട്ടി തരാം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കട്ടോ, എന്താ മാക്സിമം കണ്ടോ വയസ്സ്. അവിടെ ഞാൻ പറഞ്ഞ കാക്ക ഇരിപ്പുണ്ട്, അത് പാറിപ്പോയി തോന്നുന്നു. കണ്ടാ ഹലോ ഗൈസ്, മാറിയവൻ്റെ രോഗം ജീവൻ വെച്ചല്ല. മമ്മീജി എന്തോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്തുവാ? രാഗി ദോശയാണമ്മ. പറ രാഗി ദോശ. ആണാ? രാഗി ദോശ, അത് രാഗി കാച്ചാനാണ്. എനിക്ക് ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മ രാഗി ഉണ്ടാക്കി തരുകയാണ് അല്ലേ. പിന്നെ ഉമ്മ അടുക്കളയത്ത് പണി നോക്കുന്ന ടൈമിൽ തന്നെ ഞാൻ റൂമിൽ വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലത്തെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ റെൻ്റൽ ഹോമിലാണ്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. നമുക്ക് ഡ്രസ്സ് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇത്രയും ആൾക്കാർ ഡ്രസ്സ് അങ്ങോട്ട് ഒതുങ്ങി കിട്ടണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഉള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ ഹോം ഷിഫ്റ്റ് ചെയ്യാൻ മാറാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് തന്നെ മാറുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ മടക്കി വെക്കൽ എന്നുള്ള എൻ്റെ പണിയാണ്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമായിട്ട് ഈ ഡ്രസ്സ് മടക്കി വെക്കൽ. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയാണ്ട് ഒറ്റ തിരികലാണ്. കാരണം എന്താ പറയുക, ഞാൻ കുത്തി തിരികൂട്ടോ, എന്നിട്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അതേമാതിരി ചീത്തയേക്കും, ഞാൻ തന്നെ എടുത്തിട്ട് രണ്ടാമത് പിന്നെ മടക്കി വെക്കും. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. പിന്നെ ഗായ്സ്, നമ്മളെ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വലുതാക്കി എന്താ സെലിബ്രേഷൻ കഴിക്കാത്തതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് കുട്ടിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെ രാത്രി ആയിട്ടാണെങ്കിൽ ഫുഡ് കഴിക്കും, സീരിയൽ കാണും, അങ്ങനെയൊക്കെ തന്നെ. രാത്രി ഞാൻ ഇന്ന് ഫുഡ് കഴിക്കില്ല കേട്ടോ. എനിക്ക് രാഗിയാണ് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇത് നല്ലതാണ് ബ്ലഡിന് നമ്മ പറഞ്ഞു കേട്ടു. പക്ഷെ ഇന്ന് എനിക്ക് മധുരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ മട്ടിലെടുത്ത് തലക്കെറിയോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉമ്മ തൊട്ടെടുത്തുണ്ട്. ഉമ്മ അങ്ങനെ നോക്കൂട്ടോ ഞാൻ കുടിക്കണ്ടോ ഇല്ല, അതേപോലെ ഒഴിച്ച് കളയാണോന്ന്. അപ്പം ഞാൻ എല്ലാം അങ്ങനെ കുടിച്ച് കാണാത്ത രീതിയിലൊക്കെ കുഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും. അപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നത് അവിടെ സീരിയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സീരിയൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇതൊക്കെ പറയുന്നത് ഇത്ര ഉള്ളൂ, ഒരു ഉൽക്ക വ്ളോഗായി പോയില്ലേ. അപ്പോൾ ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ പരിശ്രമവും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ടാറ്റാ.